മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിദേശ ഇടവകയായ മാർത്തോമാ ചർച്ച് ഒമാൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധമായി ഒരു സുവനീർ പ്രസിദ്ധീകരിക്കുകയും അതിനോടനുബന്ധിച്ച് അഭിവന്യ മെത്രാപ്പൊലീത്തയുമായുള്ള ഒരു അഭിമുഖം ഇതിനോടകം ക്രമീകരിച്ച് തിരുമേനി അനുവദിച്ച ഈ സമയത്ത് താഴെ പറയുന്ന വിഷയങ്ങൾ തിരുമേനിയുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒമാനിലുള്ള മാർത്തോമാ ഇടവക ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഈ സംഭാഷണം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നത് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സംസ്കാരത്തിൻ്റെയും ചരിത്ര സ്മരണകളുടെയും ഭൂമിയായ ഒമാനിലെ മാർത്തോമാ ചർച്ച് ഒമാൻ ഇടവക ഗോൾഡൻ ജൂബിലി വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ മസ്കറ്റ് ഇടവകയെ പറ്റിയുള്ള തിരുമേനിയുടെ ഓർമ്മകൾ എന്തെല്ലാം? ഒമാനിലുള്ള മാർത്തോമാ ഇടവക അവിടെയൊക്കെ കുടിയേറി പാർത്തതായിട്ടുള്ള മാർത്തോമാ സഭാംഗങ്ങൾ ഒരുമിച്ച് ചേർന്നൊന്നെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതായുള്ള അവസരമാണിത്. എന്നാൽ ഒമാനിലെ സുൽത്താനേറ്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നത് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധം എന്ന് മാത്രമല്ല, ഒരു രാജ്യം എന്നതുപോലെ ഒരേ കറൻസി തിരുവിതാംകൂറിലും ഒമാനിലും ഒക്കെയും നടപ്പിലാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷമാണ് സുൽത്താനറ്റ് ഒമാൻ എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നതും അതിൻ്റെ ഭരണക്രമീകരണങ്ങൾ നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നതും. മലങ്കര എന്നറിയപ്പെടുന്ന മലബാറിലെ പ്രദേശങ്ങളുമായി അറബി നാടുകൾക്ക് വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു. സ്പൈസസ്, സുഗന്ധ വസ്തുക്കൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും കച്ചവട സാധ്യതകളൊക്കെ മനസ്സിലാക്കി ബന്ധം പുലർത്തുന്നതിനും അറബി നാടുകൾ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്നത് ചരിത്രം സാക്ഷിക്കുന്നതായുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അവിടെ ഒരു ആരാധനാ കേന്ദ്രം മാർത്തോമാ സഭയ്ക്ക് ഉണ്ടാകണം എന്നാഗ്രഹിച്ചതായുള്ള അവസരം അവിടെയുള്ള എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടി ആരാധിക്കുന്നതായുള്ളൊരു പതിവാണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ സ്വന്തമായി ആരാധിക്കുവാൻ തക്കമുള്ള അനുവാദം ലഭിച്ചു. അനുവാദപ്രകാരം ആരാധനകൾ ആരംഭിക്കുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്ന് ഒരു നല്ല സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നത് അവിടെയുള്ള ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളും മാർത്തോമാ സഭയിലെ വിശ്വാസികളും ആരാധിക്കുന്നത് ഒരേ ആലയത്തിൽ തന്നെയാകുന്നു എന്നുള്ളതാണ്. അപ്രകാരം ഒരു ആലയം അവിടെ പണിയുവാൻ തക്കവണ്ണം ഇരു സഭാ വിഭാഗങ്ങളും അതിൻ്റെ നേതൃത്വവും ജനങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്രകാരം ഒരേ ക്യാമ്പസിൽ തന്നെ ഇരു കൂട്ടരുടെയും വൈദികർ കുടുംബസഹിതം താമസിക്കുന്നതിനായിട്ടും വിവിധ വിശ്വാസ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ആ ക്യാമ്പസിൽ തന്നെ നിർവഹിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ആ ബന്ധം ഇന്നും പുലർത്തുന്നു എന്നത് എക്യുമെനിക്കൽ രംഗത്തുള്ള ഒരു വലിയ നടപടിയായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എനിക്കിടയാകുന്നു എന്ന് മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും അത് തുടരേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്രദേശത്തുള്ള വിശ്വാസ സമൂഹം പല സ്ഥലങ്ങളിലാണ് താമസിക്കുകയും വിവിധ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായുള്ള അവസരത്തിലും ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ ഇടയാകണം എന്നുള്ളതായുള്ള താല്പര്യം പ്രദർശിപ്പിച്ചതിൻ്റെ ഫലമായി സഭ അനുവദിച്ച് നൽകിയതായിട്ടുള്ള ഒരു ഇടവക കൂടിയാണ് ഒമാനിലുള്ള മാർത്തോമാ ഇടവക എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്രകാരം രൂപം കൊണ്ടതായിട്ടുള്ള ഇടവക
ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഈ അവസരം ദൈവത്തിൽ നിന്ന് വിശ്വാസ സമൂഹത്തിലുണ്ടാവട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭയുടെ ഏറ്റവും പരമോന്നത പദവിയിലാണ് അങ്ങുള്ളത്. ദൈവിക വൃത്തിയിലേക്ക് വരുവാനുള്ള പ്രേരണ തിരുമേനിക്ക് ഉണ്ടായതെങ്ങനെ? ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ആകമാനം കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഭദ്രാസന തലങ്ങളിലേക്കും സെൻറ്റർ തലങ്ങളിലേക്കും ഇടവ തലങ്ങളിലേക്കുമെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകൾ പോകുന്ന അവസരത്തിലാണ് എങ്ങനെയാണ് ഒരു ആരാധനാ സമൂഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സഭയുടെ പരമോന്നത സ്ഥാനത്തേക്ക് വന്നു ചേരുവാൻ കൊണ്ടിടയാവുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായിട്ട് തീരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആരാധിച്ചു വന്ന അഷ്ടമുടി ഇമ്മാനുവൽ മാർത്തമ്മ ഇടവകയിൽ അന്ന് ശുശ്രൂഷ ചെയ്തതായുള്ള പട്ടക്കാരും അന്ന് ഇടവയുടെ അംഗങ്ങളായിരുന്ന മൂപ്പന്മാരും എല്ലാം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർ ഉൾക്കൊണ്ടതായുള്ള വിശ്വാസ തീക്ഷ്ണതയും മതാചാരങ്ങളുള്ള അവരുടെ താല്പര്യവും എല്ലാം തന്നെ പൈതൃകമായിട്ട് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ആ ചുവടുകൾ വെച്ച് മുന്നോട്ട് വളരുന്നതിനായിട്ടും വളർന്നു വന്ന് ഇന്ന് ഈ സ്ഥാനം അലങ്കരിക്കുന്നതിനായിട്ടും ദൈവം തമ്പുരാൻ സംഗതിയാക്കി അതിൽ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. മേൽപ്പെട്ട ശുശ്രൂഷയിൽ തിരുമേനി 35 വർഷം പിന്നീടെയാണല്ലോ. കടന്നുപോയ നാൾ വഴികളെ പറ്റി തിരുമേനിയുടെ ഓർമ്മകൾ. ഒരു സഭയിലെ മേൽപ്പെട്ട ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ കൊണ്ടിടയായിട്ട് തീരുക എന്ന് പറയുന്നത് ഒരു ദൈവവിളിയും ദൈവനിയോഗവുമാണ്. ആ ദൈവവിളി ദൈവജനത്തിലൂടെ ലഭ്യമായിട്ട് തീരുന്ന സാഹചര്യത്തിലാണ് നിയോഗം ഏറ്റെടുത്ത് നിറവേൽപ്പാണ്ട് കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത്. അവിടെ ദൈവകൃപയുടെ ശക്തീകരണം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരുകയും ചെയ്യും. മലങ്കര മാർത്തമ്മ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ആളുകളെ നിർദ്ദേശിക്കുന്നതിനായിട്ട് സഭാംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആരും തന്നെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പേരുകൾ തനിയെ നൽകാറില്ല. അങ്ങനെ സഭയിൽ വരുന്നതായുള്ള പേരുകൾ എല്ലാം പഠിച്ച് അതിൽ നിന്ന് ഉത്തമരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് സഭാമണ്ഡലത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് സഭയുടെ തിരഞ്ഞെടുപ്പും സാധ്യമായിട്ട് തീരുന്ന അവസരത്തിലാണ് ഇതിന് സമ്മതമുണ്ടോ എന്ന് ചോദിക്കുവാൻ കൊണ്ടിടയായി തീരുന്നതായുള്ള സാഹചര്യം പോലും സംജാതമാകുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ സഭയിൽ ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതിനോട് പിന്നീട് വേണ്ട എന്ന് പറയുന്നതിനായിട്ടുള്ള കാര്യമുണ്ടാവുന്നില്ല. ദൈവത്തിൻ്റെ നിയോഗമായിട്ട് അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതിൻ പ്രകാരം ദൈവകൃപയുടെ ശക്തീകരണം അനുഭവിക്കാൻ ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. ആത്മീയ ആചാര്യന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ പരിധി വല്ലതും കൽപ്പിക്കുവാൻ പറ്റുമോ? ഒരു സഭയുടെ ആത്മീയത എന്ന് പറയുന്നത് ആ സഭയിലെ അൽമായക്കാരിലും പറ്റക്കാരിലും മേൽപ്പെട്ടക്കാരിലും എല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒന്നാണ്. പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. ദൈവം എല്ലാവരെയും വിളിച്ച് വേർതിരിച്ച് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതായുള്ള ബോധ്യം സഭയിലെ അൽമായർക്ക് വരെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സഭയാണ് മലങ്കര മാർത്തമ്മ സുറിയാനി സഭ. സ്നാപനത്തിലൂടെ ബാപ്റ്റിസത്തിലൂടെ സഭയുടെ അംഗമായി തീരുന്നതായുള്ള ഓരോരുത്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് എന്നതത്രേ സഭ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ആചാര്യന്മാർ സഭയിലെ കാലാകാലങ്ങൾ ഉണ്ടാവുക എന്നത് സഭയുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്രകാരമുള്ള ആചാര്യന്മാരെ വളർത്തുന്നതിനായിട്ടും അംഗീകരിക്കുന്നതിനായിട്ടും അവരുടെ നേതൃത്വത്തെ മാനിക്കുന്നതിനായിട്ടും എക്കാലവും സഭ സന്നദ്ധമായി തീരേണ്ട ആവശ്യകതയുണ്ട്. അത് ഇക്കാലത്തും വളരെ അർത്ഥവത്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. തിരുമേനിയെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ ആരെല്ലാം? എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കളാണ്. ആദ്യമായിട്ട്
രണ്ടാമതായിട്ട് എന്നെ അതത് കലാലയങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുഭൂതന്മാരാണ്. മൂന്നാമതായിട്ട് ഇടവുകളിലും സഭയിലുമൊക്കെ നേതൃത്വം നൽകിയതായിട്ടുള്ള പട്ടക്കാരാണ്. മേൽപ്പട്ടക്കാരുടെ സ്ഥാനം ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ അവരെ വേണ്ടതുപോലെ ഓരോ സ്ഥാനങ്ങളിലും ലഭ്യമായി തീരുന്ന സാഹചര്യമായിരുന്നില്ല നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. സഭയിൽ ഒരു മേൽപ്പട്ടക്കാരൻ അല്ലെ 2 മേൽപ്പട്ടക്കാര് എന്നീ നിലയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് സഭ വളർന്ന് കൂടുതൽ മേൽപ്പട്ടക്കാരുള്ള ഒരു സഭയായിട്ട് തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി മാതാപിതാക്കളിൽ നിന്നും, ഭവനത്തിൽ നിന്നും, ഇടവകയിൽ നിന്നും, കലാലയങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള പ്രചോദനങ്ങളാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുവാൻ്റെ കോണം എന്നെ സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഭാരതീയ സംസ്കാരത്തെപ്പറ്റി തിരുമേനിയുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മളുടെ ഭാരതം മറ്റ് രാഷ്ട്രങ്ങളിൽ വെച്ച് വളരെ വിഭിന്നമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. സെക്യുലറിസം എന്ന പാശ്ചാത്യ നാട്ടിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതേതരത്വം എന്നാണ്. എന്നാൽ മതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായി, ആദരിക്കുന്ന ഒരു രാഷ്ട്രമായി, അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാഷ്ട്രമായിട്ടൊക്കെയാണ് ഭാരതത്തെ നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. അതുകൊണ്ട് ഭാരതീയരായി ജീവിക്കുന്നതിനായിട്ടും ഭാരതീയരായി വിശ്വാസികളായി വളർന്നു വരുന്നതിനായിട്ടും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായിട്ട് തീരുമ്പോൾ ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനം ഏറെ വലുതാണ്. അപ്രകാരമുള്ള ഒരു വർധനവാണ് നമുക്കെല്ലാവർക്കും ഭാരതത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടത്. നമ്മുടെ സഭ മുൻപേ പറക്കുന്ന പക്ഷിയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്തായിരിക്കണം എന്നാണ് തിരുമേനിയുടെ അഭിപ്രായം? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ജനിക്കുന്നതായിട്ടുള്ള മക്കൾ തന്നെയാണ്. അങ്ങനെ മാതാപിതാക്കൾക്ക് ജനിക്കുന്നതായിട്ടുള്ള മക്കൾ അവർക്ക് സമൂഹം കൽപ്പിക്കുന്നതായിട്ടുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിലും വികലതകളുണ്ടെങ്കിലും വിഭിന്നതകളുണ്ടെങ്കിലും അവരെ മക്കൾ എന്നുള്ള നിലയിൽ തന്നെ അംഗീകരിക്കേണ്ടത് ഏറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്നതായിട്ടുള്ള മക്കളാണ് എന്നുള്ള നിലയിൽ മക്കൾ എന്ന രീതിയിൽ തന്നെ അവരെ അംഗീകരിക്കുന്നതിനായിട്ടും അവരെ മാനിക്കുന്നതിനായിട്ടും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരേണ്ടത് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ് എന്നത് ഞാൻ ചിന്തിക്കുന്നു. ശ്രീനാരായണ ഗുരുദർശനത്തോട് നമ്മുടെ സഭയുടെ മതേതര കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? ശ്രീനാരായണ ഗുരു എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായി പഠിക്കുന്നതിനായിട്ടാണ് ഞാൻ സമയം വേർതിരിച്ചതും. അങ്ങനെ പഠിച്ചിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മതങ്ങളെക്കാളൊക്കെ അപ്പുറമായി മതാധീനരായിട്ടുള്ള മനുഷ്യരെ മാനവികത കാണുവാൻ്റെ കോണം മനുഷ്യന് ഇടയായിട്ട് തീരണം. അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രസക്തിയുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും മദ്യപാനത്തിന് കൂട്ടുനിന്നിട്ടില്ല. മദ്യപിക്കരുത് എന്ന് പറയുക മാത്രമല്ല, അതിലേർപ്പെടുന്നതായുള്ള എല്ലാ വ്യക്തികളും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യക്തികളും അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ശഠിച്ചിട്ടുള്ളതായുള്ള ഒരു വ്യക്തിയാണ് നാരായണ ഗുരു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയും അപ്രകാരം മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും എല്ലാം ഉള്ള വിടുതൽ എല്ലാവർക്കും ലഭ്യമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹമാണ്. വിദ്യ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ജനതയെ ഒരുമിച്ച് നിർത്തുവാനായിട്ട് സാധിക്കുന്നത്? അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യ കൊണ്ട് സമ്പന്നരായിട്ട് തീരുക എന്നുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുന്ന കാര്യത്തിൽ സഭയും സമൂഹവും എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കണം. അങ്ങനെ മാത്രമേ ഒരു മനുഷ്യ ജീവനെ വികസിക്കുവാനായിട്ടുള്ള സാധ്യത സമൂഹത്തിലും ചരിത്രത്തിലും ഒക്കെ നൽകി കൊടുക്കുവാനായി
നമുക്ക് കഴിയുകയുള്ളൂ എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. GCC രാജ്യങ്ങളുടെ ഇടവകളുടെ ശുശ്രൂഷകൾ കാലോചിതമായി പുനർക്രമീകരിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ? അതൊരു നല്ല ചോദ്യമാണ്. GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ 60 നാട്ടിലുള്ള പല മേഖലകൾ ഒന്നിച്ച് ചേർന്ന് വരുന്നതായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് കരുതുവാൻ, മാനവികത ഉയർത്തിപ്പിടിക്കുവാൻ്റെ കോണം ഏത് വ്യക്തിക്കും എപ്പോഴും സാധ്യമായിട്ട് തീരേണ്ടതാണ് എന്നത് ഞാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ തലമുറയിലൂടെയും വളരെയധികം വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് പ്രായമുള്ള ആളുകൾ അവർ വളർന്നു വന്നതായിട്ടുള്ള ജീവിത രീതികളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും എത്രയോ വിഭിന്നമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ്റെ കോണം ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ, സെൽഫോൺ എന്നൊക്കെ പറയുന്നത്. ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതായുള്ള കാലഘട്ടം കൂടിയാണിത്. അത് മാത്രമല്ല, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെർച്വൽ വേൾഡിലേക്കുള്ള പ്രയാണവും കൂടിയാണ് ഇന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ടിടയാവുന്നത്. അതുകൊണ്ട് മാറ്റങ്ങൾക്കനുസൃതമായ അർത്ഥവത്തായ രീതികൾ വിശ്വാസ സമൂഹത്തിലും ഉളവാകേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ശിശുക്കൾക്കും യുവജനങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാടുകൾ, വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നത് ചിന്തിച്ച് മനസ്സിലാക്കി കാലോചിതമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരുത്തുവാൻ്റെ കോണം സഭയും പ്രാദേശിക ഇടവകയും താല്പര്യപ്പെടേണ്ടത് ആവശ്യമാണ് എന്നത് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. കുടിയേറ്റ മേഖലകളിൽ കാലോചിതമായ ഇടയപരിപാലനത്തിനായി ആചാര്യ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം എന്നാണ് തിരുമേനിയുടെ താല്പര്യം. കുടിയേറ്റ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ നിന്ന് കുടിയേറിയതായിട്ടുള്ള ആളുകൾ അവരെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന സംസ്കാരങ്ങൾ കണ്ടു എന്നത് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്നതിനായിട്ടും വളരുന്നതിനായിട്ടും എല്ലാം ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ജനിച്ച് വളരുന്നതായുള്ള കുഞ്ഞുങ്ങളുടെ ലോകം വളരെ വ്യത്യാസമുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇടയ പരിപാലനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഷെപ്പേർഡിംഗ് മിനിസ്ട്രി വലിയ മുതിർന്ന ആളുകൾക്കും മാത്രമല്ല, യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ലഭ്യമായി തീരേണ്ടതായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ അവർക്ക് ലഭ്യമായി തീരേണ്ട രീതിയിൽ, അവർക്ക് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ, കാലികവും സംഗതവുമായുള്ള രീതിയിൽ ഇടയ പരിപാലനം നൽകിക്കൊടുക്കുവാൻ്റെ കാരണം ഇടയ ശ്രേഷ്ഠന്മാർ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കുടിയേറ്റ കാലഘട്ടത്തിൽ മാർത്തോമാ സഭയുടെ നിലനിൽപ്പ്. കുടിയേറ്റ മേഖലയിൽ മാർത്തോമാ സഭ ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു സഭയായിട്ട് നിലകൊള്ളുന്നു എന്നതാണ് വസ്തുത. അതെങ്ങനെ സാധ്യമായി തീരുന്നു എന്നത് ചിന്തിച്ചാൽ, ഓരോ തലമുറയിലും പെട്ടിട്ടുള്ള ആളുകളെ ആത്മീയ പരിപോഷണ മേഖലയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ്റെ കോണ് ഈ സഭ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. കേരളക്കരയിൽ മാത്രം ഉള്ള ഇടയ പരിപാലന ശുശ്രൂഷകരെ അല്ല നമുക്ക് സഭയിൽ കാണുവാൻ കഴിയുന്നത്. പിന്നെയോ ഓരോ തലമുറയിലും മുതിർന്നു വരുന്നതായിട്ടുള്ള യുവാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്ന് സെമിനാരി പരിശീലനത്തിനായിട്ട് ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും അവരെ ഓരോ പ്രദേശത്തേക്കൊക്കെ അയക്കുകയും ചെയ്യുന്നതിലൂടെ ഓരോ തലമുറയുടെയും മനുഷ്യ സമൂഹത്തെ മനസ്സിലാക്കുന്നതിനായിട്ടും അവരുടെ ഇടയിൽ പ്രസക്തമായുള്ള ഇടയ പരിപാലനം നടത്തുന്നതിനായിട്ടും ഇടയായിട്ട് തീരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഗൾഫ് മേഖലയിൽ നിന്നുള്ള യുവാക്കൾ ഇന്ന് സഭയിൽ പട്ടക്കാരായിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളിലും അതത് സംസ്കാരം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സഭയുടെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുടിയേറ്റ മേഖലയിൽ ഇന്നും സഭയ്ക്ക് പ്രസക്തിയുള്ളത് എന്നത് നമുക്ക് തിരിച്ചറിയാം. സഭയുടെ വൈവിധ്യമാർന്ന ശുശ്രൂഷകളെ പറ്റി തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? സഭയുടെ ജനങ്ങൾ വളരെ വൈവിധ്യമാർന്ന ചിന്താധാരകളുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ
ആ ചിന്താധാരണയിലുള്ള ഇടയ ശുശ്രൂഷ നൽകിക്കൊടുക്കുവാൻ്റെ കൊണ്ട് സഭ വളർന്നു വരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഡൈവേഴ്സിഫൈഡ് മിനിസ്ട്രി എന്നൊക്കെ ഇന്ന് നാം പറയുമ്പോൾ ഒരേ രീതിയിലുള്ള ഇടയ പരിപാലനം മാത്രമല്ല ആളുകൾ കാണുവാനായിട്ട് ഇടയാകുന്നത്, പിന്നെ ഓരോ തലമുറയ്ക്കും പ്രസക്തിയുള്ളതായിട്ടുള്ള പരിപാലനം നൽകിക്കൊടുക്കുവാൻ ഇടയന്മാരെ കണ്ടെത്തുക എന്നത് സഭയുടെ ധർമ്മമായിട്ട് സഭ മനസ്സിലാക്കുന്നു, അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സുവർണ ജൂബിലി നിൽക്കുന്ന മസ്കറ്റിലെ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള തിരുമേനിയുടെ സന്ദേശം. ആധുനിക കുടിയേറ്റ സാഹചര്യത്തിൽ ഇന്ന് മൈഗ്രൻസ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത് കൂടുതലും കൗമാരപ്രായത്തിലുള്ളവരും യുവജനങ്ങളുമാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും പല സ്ഥലങ്ങളിലും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളുമാണ് അവശേഷിക്കുന്നത്. കുഞ്ഞുങ്ങളാണ് വളർന്നു വന്ന് വരും തലമുറയിൽ നേതൃത്വം നൽകുവാനായിട്ടുള്ളവർ. അതുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോരോ സ്ഥാനങ്ങളിലും വിവിധ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിലും എല്ലാം നിർവഹിക്കാൻ താല്പര്യപ്പെടുന്ന അവസരത്തിൽ തന്നെ പ്രാദേശിക തലത്തിലുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ സഭയും ഇടവകയും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏറെ ആവശ്യമാണ്. ഇന്ന് സൺഡേ സ്കൂൾ വളരെ പ്രസക്തിയുള്ള ഒന്നായിട്ട് തീരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS എന്ന പ്രസ്ഥാനം വളരെ അധികം കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തുന്നതായുള്ള രീതികൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അവർക്ക് വേണ്ടി കോൺഫറൻസുകളൊക്കെ നടത്തുക, അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഓരോരോ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുക എന്നതെല്ലാം സഭയുടെ പ്രവർത്തന രംഗങ്ങളിൽ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ വളർന്നു വരുന്നതായിട്ടുള്ള നമ്മളുടെ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുന്നതായിട്ടുള്ള അവസരത്തിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ ഇടയാകുന്നു എന്നതത്രേ ഞാൻ ചിന്തിക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് ഒരു മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയാണ്. അവരൊരു ഭാഗത്ത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അവർ പോയിരിക്കുന്നതായുള്ള രംഗങ്ങളിൽ അവർക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായിട്ടുള്ള താല്പര്യം അവർ പ്രദർശിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ആരാധന സൗകര്യമൊക്കെ ക്രമീകരിച്ച് കൊടുക്കുവാൻ്റെ കോണം ഇന്ന് സഭ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം സഭ താല്പര്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ UK, യൂറോപ്പ്, ആഫ്രിക്ക എന്നൊരു പുതിയ ഡയസിസ് ഉളവാകുന്നതിനിടയായി തീർന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ ഇടവുകളൊക്കെ രൂപം കൊള്ളുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാം സഭയുടെ മുഖ്യധാരയിൽ തന്നെ നിർത്തി അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായുള്ള ചുമതല സഭയ്ക്കുണ്ട് എന്നത് സഭ മനസ്സിലാക്കുന്നു. അപ്രകാരം സഭ അതിൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്നു എന്നത് സന്തോഷകരമാണ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മസ്കറ്റ് ഇടവകയിലെ ജനങ്ങൾക്കുള്ള തിരുമേനിയുടെ സന്ദേശം. ഒരു ഇടവകയെ സംബന്ധിച്ചും ഒരു പ്രദേശത്തുള്ള ജനതയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ ഭദ്രതയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആ ഭദ്രതയാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും ഭദ്രതയായിട്ട് മാറ്റപ്പെടുന്നത്. അന്യോന്യം വ്യക്തികളെ മാനിക്കുന്നതിനായിട്ടും അംഗീകരിക്കുന്നതിനായിട്ടും അന്യോന്യം വിധേയപ്പെട്ട പാരസ്പര്യതയിൽ ജീവിക്കുന്നതിനായിട്ടുമെല്ലാം മനുഷ്യർ മനസ്സ് വയ്ക്കുന്നതായുള്ള സാഹചര്യത്തിൽ മാത്രമേ ഈ ഭദ്രത ഭവനത്തിലും സമൂഹത്തിലും കാണപ്പെടുകയുള്ളൂ എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ ബോധ്യമുള്ളവരായി വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ അവരുടെ ജീവിതവും ശ്രേഷ്ഠമായിട്ട് തീരും. അപ്രകാരം നമ്മളുടെ കുടുംബങ്ങളെയെല്ലാം ഭദ്രമാക്കി തീർക്കുന്നതിനായിട്ടും ദൈവരാജ്യം മൂല്യാധിഷ്ഠിതമായി എല്ലാവരും വളർന്നു വരുന്നതിനായിട്ടും ഈ കാലഘട്ടത്തിൽ സാധ്യമായി തീരട്ടെ എന്നത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും സുവർണ ജൂബിലി ആഘോഷിക്കുന്നതായിട്ടുള്ള മസ്കറ്റ് ഇടവകയ്ക്ക് ഞാൻ നേരുകയും ചെയ്യുന്നു. നന്ദി. അഭിമന്യ തിരുമേനി, വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇങ്ങനൊരു അവസരം വളരെ തിരക്കിനിടയിലും ഞങ്ങളോട് കാണിച്ചു. മാർത്തോമാ ചർച്ച് റൊമാൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ നന്ദി ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. തിരുമേനിക്ക് ദീർഘായുസ്സും ആരോഗ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആകമാന വളർച്ചയ്ക്ക് തിരുമേനിയുടെ കാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
തുറന്നും ഞങ്ങളുടെ പ്രാർത്ഥന തിരുമേനിക്കുണ്ടായിരിക്കും. ഈ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ തിരുമേനിയായിരിക്കും പ്രധാന അധ്യക്ഷനായിട്ട് വരേണ്ടത്. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. 2025 ആണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും നവവത്സര ആശംസകൾ ഞാൻ നേരട്ടെ. 2024 നമ്മളുടെ കടന്നുപോയി. സംഭവബഹുലമായ ഒരു വർഷത്തിലൂടെയാണ് നാം കടന്നു വന്നത് എന്നത് നാം എല്ലാവരും ഓർക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിത്തന്ന ദൈവത്തെ നന്ദിപൂർവ്വം ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. വരും കാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും ദൈവം ഉയർത്തി നൽകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടുകൂടി ദൈവത്തിൽ ശരണപ്പെട്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നതാണ് 2025 നമ്മളുടെ ജീവിതത്തിൽ നാം അവലംബിക്കേണ്ടതായിട്ടുള്ള വസ്തുത എന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.